തൃശൂർ വെളപ്പായയിൽ TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ TTE കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പാലക്കാട്ട് നിന്നും പിടികൂടിയിട്ടുണ്ട്. ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ആക്രമണത്തിന് കാരണം എന്നാണ് പുറത്തുവരുന്ന വിവരം. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സൂരജ്, എന്ത് സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്? ഇന്ന് വൈകുന്നേരം 6:30 ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ വെളപ്പായ, അതായത് ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ വെളപ്പായ റെയിൽവേ പാളത്തിന് സമീപം വെച്ചുകൊണ്ടാണ് ഈ TTയും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ടിക്കറ്റ് സംബന്ധിച്ച തർക്കം, ആ തർക്കത്തെ തുടർന്ന് TT ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ഈ ട്രെയിൻ പാലക്കാട് എത്തിയ സമയത്ത് പ്രതിയെ അവിടെ വെച്ച് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതി പാലക്കാട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ മരിച്ചത് എറണാകുളം സ്വദേശിയായിട്ടുള്ള കെ വിനോദാണ് മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തലയ്ക്ക്, അതായത് ഈ വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശരീരഭാഗങ്ങൾ ചിതറി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് ഈ റെയിൽവേ പാളത്തിന് സമീപം ഉണ്ടായിരുന്ന ആളുകൾ, അത് പ്രദേശവാസികൾ എല്ലാവരും തന്നെ എത്തിയാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. നിലവിൽ ഈ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. ഈ സഹപ്രവർത്തകരായിട്ടുള്ള TT തന്നെയാണ് ഈ വിവരം പോലീസിന് കൈമാറുന്നത്. ഈ സമയം ട്രെയിനിലും പ്രത്യേക സ്ക്വാഡ് ഉണ്ടായിരുന്നു, പോലീസിന്റെ തന്നെ സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസിന്റെ സ്ക്വാഡിന് ഇവർ വിവരം കൈമാറുന്നു. പാലക്കാട് ട്രെയിൻ എത്തുന്ന സമയത്ത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുകൂടി ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഈ മദ്യലഹരിയിൽ ഈ ടിക്കറ്റ് ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള തർക്കം, ആ തർക്കം ഈ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ്, ഈ പ്രതിയെ കുറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് മാത്രമാണോ നമുക്ക് കിട്ടുന്ന വിവരം? പിന്നെ ഒപ്പമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. ആരും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലേ ഈ തർക്കം ഉണ്ടാകുമ്പോൾ? അതോ ഈ ഓടുന്ന ട്രെയിനിന്റെ വാതിലിനടുത്ത് വെച്ചായിരുന്നോ ഈ സംഭവം? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. കാരണം ഈ സംഭവം നടന്ന് തൃശൂർ പോലീസിന് പോലും ഇത് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല. കാരണം ഇത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ കേസ് ഉൾപ്പെടെ ഉള്ളത്. ഈ വിവരം, അതായത് ഈ ട്രെയിനിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന വിവരമാണ് ആദ്യം ഈ റെയിൽവേ പോലീസിന് ലഭിക്കുന്നത്. ആ പോലീസ്, അതും ഈ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എന്ന് പറയുന്നത് വനിതാ TT ആണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവരും വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവർക്കും എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവർ വലിയ ഭയപ്പാടിലേക്ക് പോയി. ഈ സമയത്താണ് ഇവർ ഈ ട്രെയിനിന്റെ വാതിലിന് അടുത്ത് നിന്ന് തന്നെയാണ് ഈ തർക്കം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ വാതിലിന്റെ അടുത്ത് നിന്ന് തർക്കം ഉണ്ടാകുന്നു. ആ തർക്കമുണ്ടായി ടിക്കറ്റ് എടുക്കാത്തതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് പോയത്. ഈ സമയത്ത് TTയെ പുറകിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഈ തല ഇടിച്ച് തന്നെയാണ് ഇവർ ഈ TT താഴേക്ക് വീഴുന്നത് എന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ട്രെയിൻ നല്ല സ്പീഡിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങൾ അടക്കം ചിതറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പിന്നീട് ഈ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് ഈ ആംബുലൻസ് ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്ന്, അതായത് ഈ വെളപ്പായ റെയിൽവേ പാലത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. വെളപ്പാല റെയിൽവേ പാലത്തിനടിയിലേക്ക് പോലീസ് ഉൾപ്പെടെ എത്തുന്നു. ആംബുലൻസ് എത്തിയാണ് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയത്. പിന്നീട് ഈ പ്രതിയെ പാലക്കാട് ട്രെയിൻ എത്തുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഗോപികൃഷ്ണൻ. സൂരജ്, തുടരണം. തൃശൂർ വെളപ്പായയിൽ TTയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ TTE കെ വിനോദാണ് മരിച്ചത്. പ്രതിയെ പാലക്കാട്ട് നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മദ്യലഹരിയിലായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളി എന്നാണ് മനസ്സിലാക്കുന്നത്. TTയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് സഹപ്രവർത്തകയായിരുന്നു. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ വിഷമിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഓടുന്ന ട്രെയിനിൽ നിന്ന് ഈ TT വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. മൃതദേഹം ചിതറിപ്പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ച് നടുക്കുന്ന ഒരു വിവരമാണ് ഈ പുറത്തു വരുന്നത്. ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ TTയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമാണ്.